സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ദേശീയപാത 544 തുരങ്കപ്പാതയെക്കുറിച്ചിട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ തുരങ്കപ്പാത. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വീതി കൂടിയ തുരങ്കപ്പാത ഏതെന്ന് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരമേയുള്ളൂ: കുതിരാൻ തുരങ്കപ്പാത, കുതിരാൻ ടണൽ. നിലവിലുള്ള സാഹചര്യത്തിൽ ഇതാണ് ഏറ്റവും വീതി കൂടിയ ടണൽ. കുറേ നാളുകളായി നമ്മോടൊരു സുഹൃത്ത് പറയുന്നു, മച്ചാനെ ഉന്നാൽ മുടിഞ്ചാൽ നീ കുതിരാൻ ടണൽ വീഡിയോ ഒന്ന് അപ്ലോഡ് പണ്ണ്, NH544 ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യ്. കുറേ നാളുകളായിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ കുറേ കാലം ചെയ്യാതിരുന്നപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, ഉന്നാൽ മുടിയാതെ തമ്പി. അത് കേട്ടപ്പോൾ എനിക്കൊരു ആശ, എന്തായാലും ആ ഒരു സുഹൃത്തിൻ്റെ ആശ നിറവേറ്റി കൊടുക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു ആർട്ടിക്കൽ മനസ്സിലോട്ട്, അല്ലെ അതിൻ്റെ ഫീഡിലോട്ട് വന്നത്. കേന്ദ്ര സർക്കാർ 1 ലക്ഷം കോടി രൂപ മുടക്കിയിട്ട് 74 പുതിയ ടണലുകൾ നിർമ്മിക്കാൻ പോകുന്നു. യാത്രാ സമയം കുറക്കാനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വേണ്ടിയിട്ട് 74 പുതിയ ടണലുകളാണ് നിർമ്മിക്കാൻ പോകുന്നത്. എൻ്റെ നാട്ടിലേക്ക് തൃശ്ശൂർ കുന്നംകുളം റോഡിലൂടെ മാത്രമാണ് ഈ ഒരു മണ്ണൂത്തി ഭാഗത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ പെരുമ്പിലാവ് എത്തിയപ്പോൾ നമുക്കൊരു ഗൂഗിൾ ചേച്ചി എന്തായിട്ട് ഒരു ഷോർട്ട് വഴി പറഞ്ഞു തന്നു. പെരുമ്പിലാവിൽ നിന്ന് നേരെ ഇടത്തോട്ട് കയറിയപ്പോൾ എന്താ റോഡ്, ഒരു അടിപൊളി റോഡ്. സുഹൃത്തുക്കളെ, തൃശ്ശൂരിലുള്ള സുഹൃത്തുക്കളെ, നിങ്ങളെ കുന്നംകുളം റോഡ് കേട് വന്നതിന് ഒരു കുഴപ്പമില്ല, കാരണം ബാക്കിയുള്ള റോഡുകളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഏതോ ഒരു ഉദ്യോഗസ്ഥൻ തൃശ്ശൂർ കുന്നംകുളം റോഡ് കേട് വരുത്തിയതാണ്. ബാക്കിയുള്ള എന്താ റോഡ്, ഇത് നമ്മളെ തിരൂര്, മുള്ളൂർക്കര, അതേപോലെ അങ്ങനത്തെ ആ ഭാഗത്തൊക്കെ നല്ല നല്ല റോഡുകൾ. ഏതായാലും നമ്മൾ 544 എത്തിയിട്ടുണ്ട്. ദേശീയപാത 544 കേരളത്തിൽ ആദ്യമായി പണി കഴിഞ്ഞ 6 വരിയും 4 വരിയും. നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കുന്ന പാലിയാക്കര ടോൾ ഗേറ്റ് ഉള്ള ദേശീയപാത 544 കേരളത്തിൻ്റെ മധ്യഭാഗത്തിലൂടെ ഈ ഒരു പാത കടന്നു പോകുന്നത് ചെറിയൊരു ആശ്വാസമാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് അതിമനോഹരമായിട്ടുള്ള റോഡിലൂടെ ഇങ്ങനെ വന്നുകാണ്ട് കേരളത്തിലുള്ള ചെറിയ റോഡുമ്പോൾ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർക്ക് ഒരു തൊന്തരവുണ്ടായിരുന്നു. തൊന്തരവും ശല്യവും എടങ്ങേറിൻ്റെ കൂടെയായിട്ടാണ് ആൾക്കാർ ഇതിലൂടെ പോകൽ. പക്ഷേ ഈ ഒരു പാത പാലക്കാട് നിന്ന് ഇങ്ങോട്ട് തുടങ്ങി വടക്കാഞ്ചേരിയിൽ നിന്ന് ഇങ്ങനെ 6 വരിയിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ ആളുകൾക്ക് ആഹാ, കേരളക്കാർ റോഡ് അഭി ബഹുത് സുന്ദർ ഹൈ. ഈ ഒരു റോഡിനെ കുറിച്ച് പറയാനല്ല നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്, എന്നാലും ഈ ഒരു റോഡിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നല്ല വീതിയുണ്ട്, നല്ല സൗകര്യമുണ്ട്. അതേപോലെ പാലിയേക്കര ടോൾ ഗേറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള 4 വരിയല്ല, ഈ ഭാഗത്ത് 6 വരിയാണ്. സർവീസ് റോഡ് പിന്നെ 2 വേ ആണ്. സർവീസ് റോഡാണ് ഞങ്ങൾ ട്രാക്ക് ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ട് 2 വേ ആണ്. നല്ല സൗകര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ 60 മീറ്ററാണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് തോന്നുന്നു. 60 മീറ്റർ, ചില സ്ഥലത്ത് നല്ല വീതിയുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡിന് നല്ല വീതിയുണ്ട്. സാധാരണ നമ്മളിപ്പോൾ ദേശീയപാത 66 പണി നടക്കണ്ടല്ലോ, 27 മീറ്ററിൽ മീഡിയൽ, അതായത് മെയിൻ ഹൈവേ 27 മീറ്ററിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെയും അതേപോലെ തന്നെയാണ്. നടുവിലുള്ള ഡിവൈഡർ നമ്മൾ മാഹി ബൈപ്പാസിലുള്ളത് പോലത്തെ ഡിവൈഡറാണ്. പിന്നെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ മുറിച്ചെടുക്കുന്നുണ്ട്. ബസ് നിർത്തുന്നത് മെയിൻ റോഡിലാണ്. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 6 വരി പാത, എക്സ്പ്രസ് വേ അല്ല, ഒരു 6 വരി പാത. ആ ബസ് നിർത്തിയതാണെങ്കിൽ ഈ നീല ബസ് കറക്റ്റാണ്. സർവീസ് റോഡുമൊക്കെ ഇറങ്ങിയിട്ടാണ് ആൾ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ചുവപ്പ് കളറുള്ള ബസ്സുകളൊക്കെ റോട്ടുമ്മലാണ് നിർത്തുന്നത്. അതേപോലെ മുതിർന്നവരും സ്കൂൾ കുട്ടികളൊക്കെ റോഡ് തെലങ്ങും വിലങ്ങും മുറിച്ചടക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കാന്നുണ്ടെങ്കിൽ റോഡ് അടിപൊളിയാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള തൃശ്ശൂരിൻ്റെ പ്രകൃതി രമണീയ കാഴ്ചകളും പാലക്കാടിൻ്റെ മനോഹര കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു പാതയാണ് ഏത്, ദേശീയപാത 544. ഏതായാലും വടക്കാഞ്ചേരി മണ്ണൂത്തി ഭാഗം പൂർണ്ണമായിട്ടും 6 വരിയിലാണ് മെയിൻ ഹൈവേ കടന്നു പോകുന്നത്. 6 വരിയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മര്യാദക്ക് വാഹനം ഓടിക്കുന്നവരും ലൈൻ ട്രാക്ക് കാര്യങ്ങളൊക്കെ ലൈൻ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പാലിച്ച് വാഹനം ഓടിക്കുന്നവരും തോന്നിയ പോലെ വാഹനം ഓടിക്കുന്ന ആളുകളുണ്ട്. പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ പുറത്തെ രാജ്യങ്ങളിൽ മര്യാദക്ക് ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് ലൈനൊക്കെ കീപ്പ് ചെയ്ത് വാഹനം ഓടിച്ച് ലീവിന് നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലുള്ള ആളുകളും നിങ്ങളെപ്പോലെ വാഹനം ഓടിക്കും എന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെ തോന്നിയ പോലെയാണ്. അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് കയറുമ്പോൾ ഇവിടെ ഒരു ഹമ്പുണ്ട്. ഹമ്പിൽ നിന്ന് ഇതകണേ മെല്ലെ അവസാന ട്രാക്ക് കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് സുഖമായിട്ടൊരു ബുദ്ധിമുട്ടില്ലാതെ പോകാം. ഇവിടെ ഡിസൈൻ സ്പീഡ് ഫൈനൽ ട്രാക്ക്, അതായത് ഫസ്റ്റ് ട്രാക്കിൽ വന്ന് 100 രണ്ടാമത്തതിൽ 80, അവസാന ട്രാക്ക് ഞാനിപ്പോൾ ഈ പോകുന്നതിൽ 50. ബസ് സ്റ്റോപ്പ് കണ്ടില്ല, അവിടെ ബസ് സ്റ്റോപ്പ് അപ്പുറത്താണ്. പക്ഷേ ഈ ചുവപ്പ് ബസ്സുകൾ
ഈ മെയിൻ ഹൈവേയിലാണ് നിർത്തി ആളെ കയറ്റുന്നതും ആളെ ഇറക്കുന്നതും. അതുകൊണ്ടാണ് റോഡ് സൈഡിൽ ആളുകൾ നിൽക്കുന്നത്. കണ്ടില്ല ഞങ്ങൾ, ബസ്സുകൾ സർവീസ് റോഡിലേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇതേപോലെ ഇങ്ങോട്ട് വരില്ല. നീ എന്തിനാടാ അതൊക്കെ നോക്കുന്നത്, നിനക്ക് നിൻ്റെ പണിയെടുത്ത് പോയാൽ പോരെ എന്ന് ചില കമൻറ്റുകളൊക്കെ വന്നേക്കാം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാൻ പറഞ്ഞു വെച്ചിട്ട് ആൾക്കാരൊന്നും നന്നാവാൻ പോണില്ല. ആൾക്കാർക്ക് നന്നാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വയം വിചാരിക്കാതെ ആരും നന്നാവില്ല. ഒരാൾ പറഞ്ഞത് കേട്ട് കണിച്ചിട്ടൊന്നും ദുനിയാവിൽ ആരും നന്നായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത്, മുടിക്കോട് ഭാഗത്ത് അണ്ടർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഹൈവേയിൽ പല സ്ഥലത്തും അണ്ടർപാസിൻ്റെയും മേൽപ്പാലങ്ങളുടെയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോക്സ് രൂപത്തിലുള്ള അണ്ടർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുമൂലം രണ്ട് സൈഡിലും ട്രാഫിക് ചെറുതായിട്ട് ബ്ലോക്ക് ആകുന്നുണ്ട്. അതിൻ്റെ സർവീസ് റോഡിൻ്റെ സൈഡിൽ ചില ആളുകൾ വാഹനം നിർത്തി സാധനം വാങ്ങാൻ പോകുന്നു, ചായ കുടിക്കാൻ പോകുന്നു. അതുമൂലം അവിടെ ട്രാഫിക് കുറച്ചധികം ബുദ്ധിമുട്ടാകുന്നുണ്ട്. വലിയ ലോറികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ആയിക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ. പക്ഷേ ഈ ഒരു പണി നടക്കുമ്പോൾ ടോൾ ഗേറ്റിൻ്റെ അവിടെ പിരിവ് നടത്താൻ പാടില്ല എന്നൊക്കെ ഒരു നിയമം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇതിന് ബാധകമല്ല തോന്നുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ റോഡിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 74 പുതിയ ടണൽ പ്രോജക്റ്റുകളാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിജി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇങ്ങനെ പദ്ധതി വരുന്നുണ്ട്. 1 ലക്ഷം കോടി രൂപയാണ് ഇതിൻ്റെ പ്രൊജക്റ്റ്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തുരങ്കം വരുന്നത് ഒന്ന് ഹിമാചൽ, അതേപോലെ കാശ്മീരിൽ ഒരു പാതൻ്റെ പണി നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ജമ്മു ടു ശ്രീനഗർ ആകെ 300 ചില്ലാനം കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നമുക്ക് 12 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്താലും അങ്ങോട്ട് എത്തൂല. അപ്പോൾ അതൊക്കെ ഒന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടി ആ ഒരു ട്രാക്കിലൂടെ അല്ലെങ്കിൽ ആ ഒരു പാതയിലൂടെ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരുപാട് തുരങ്കങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ വയനാട് തുരങ്കം വരുന്നുണ്ട്. വയനാട് തുരങ്കത്തിൻ്റെ ഫൈനൽ, അതായത് അന്തിമ ഘട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ കരാർ പണികളിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപ് ബിൽഡ്കോൺ മെഗാ എഞ്ചിനീയറിംഗ് ലിമിറ്റഡൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുതിരാൻ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഭവം കേട്ടോ. എന്താ അല്ലേ, അർജന്റീനൻ്റെ കളറാണെന്നുണ്ടെങ്കിലും കാണാനൊരു ഭംഗിയുണ്ട്. സംഭവം നൈസായിട്ടുണ്ട്. നേരത്തെ ഞാൻ കുറച്ച് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. 15,000 കോടി രൂപ ചെലവഴിച്ച് 49 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 35 തുരങ്കപ്പാതകൾ സർക്കാർ ഇതിനകം പൂർത്തിയാക്കി. 134 കിലോമീറ്റർ ദൈർഘ്യമുള്ള 69 തുരങ്കങ്ങൾ നിർമ്മാണത്തിലാണ്. ഈ പദ്ധതിയുടെ ഏകദേശ ചെലവ് 40,000 കോടി രൂപയാണെന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ ഈ നിർമ്മാണത്തിൽ ഇപ്പോൾ എത്ര ഉണ്ട് അറിയോ? 69 തുരങ്കങ്ങളുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 40,000 കോടിയാണ് അതിൻ്റെ ചെലവ്. അപ്പോൾ തുരങ്കം നിർമ്മിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സമയം ലാഭിക്കാനും കണക്ടിവിറ്റി എളുപ്പത്തിലാക്കാനും. ഇപ്പോൾ വയനാട് ചുരം തന്നെ എടുത്തു നോക്കി. വയനാട് ചുരത്തിലൂടെ സഞ്ചരിച്ച ആൾക്കാർക്ക് അറിയാൻ സാധിക്കും, വലിയ വാഹനങ്ങളുമായിട്ട് പോകുന്ന ആൾക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഓരോ ഹെയർ പിൻ വളവുകളും വളച്ചെടുത്ത് പോകുന്നത്. അപ്പോൾ ഇതാണ് കുതിരാൻ മല. കുതിരാനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു വന്യജീവി സങ്കേതം കൂടിയാണ് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാറ തുരന്നിട്ടാണ് 970 മീറ്റർ നീളമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപ്പാത കടന്നു പോയത്. അവിടെ കണ്ടകള്, ലൈൻ കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് ഫൈൻ. കുതിരാൻ ടണൽ. അപ്പം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വീതി കൂടിയ ടണൽ ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ടണലിൻ്റെ പണി കഴിഞ്ഞാണോ എനിക്കറിയില്ല, ഇല്ലല്ലോ. ഒരു ഭാഗത്തെ റോഡിൻ്റെ വീതി, ഇതിനുള്ളിലൂടെ കടന്നു പോകുന്ന ഒരു ഭാഗത്തെ റോഡിൻ്റെ വീതി 14 മീറ്ററാണ്. 3 വരിപ്പാതയിൽ സുഖമായിട്ടാണ് വാഹനങ്ങൾ പോകുന്നത്. എന്താ റോഡ്, എന്താ സുഖം. തുരങ്കം വരുന്നതിന് മുമ്പ് ഈ ഒരു മലനെ ചുറ്റിക്കാണ്ട് ഇതിലൂടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ചുറ്റി വളഞ്ഞുകാണ്ട് ഇനി വന്നിരുന്നത്. ഏകദേശം 1.5 കിലോമീറ്റർ വരെ കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു തുരങ്കം ഓപ്പൺ ആയതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ ഇങ്ങനെ വളഞ്ഞുകാണ്ട് ഈ കൂടെയൊക്കെ ഇനി വന്നിരുന്നു. ഏതായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തുരങ്കത്തിൻ്റെ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തപ്പോൾ എത്ര ആയിക്കണ അറിയോ? ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തിലേറെ ആയിക്കണേ. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന KMC കമ്പനിക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അവർ വേറെ ആൾക്കാർക്ക് സബ് കൊടുത്തിട്ടോ. ഈ സൈഡിൽ മണ്ണിടിച്ചിൽ ഒരു പ്രധാന ഭീഷണിയാണ്. പക്ഷേ ഈ ഒരു കരിമ്പാറുള്ള സ്ഥലത്ത് മണ്ണിടില്ല. ഈ പാറയും മണ്ണും കൂടി മിക്സ് ആകുന്ന സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടാവുള്ളൂ. ഏതായാലും ഇപ്പം ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. കുറച്ചു കാലം മുമ്പ് വരെ ഒരു ഭാഗത്തേക്കുള്ള തുരങ്കം പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്ത് ഇരു ഭാഗത്തേക്കുള്ള ട്രാഫിക് ഒരു തുരങ്കത്തിലൂടെ ആയിരുന്നു കടത്തി വിട്ടിരുന്നത്. അങ്ങനെ നമ്മൾ തുരങ്കത്തിൻ്റെ ഉള്ളിലോട്ട് കടക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുന്ന സൈഡിലെ തുരങ്കത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്കാണ്. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായിട്ടാണ് ഇതിനുള്ളിലൂടെ പോകുന്നത്.
വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര. ഏതായാലും സുഹൃത്തുക്കളെ, പോയ ആൾക്കാരുണ്ടാകും, പോകാത്ത ആൾക്കാരുണ്ടാകും, എത്രയും പെട്ടെന്ന് ഇതിലൂടെ ഒരു യാത്ര നടത്തിക്കോളി. വല്ലാത്തൊരു അനുഭൂതിയാണ് ഇതിലൂടെയുള്ള യാത്ര. ഇതിലൂടെയൊക്കെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് പോയിട്ട്, കാരണം കേരളത്തിൽ ഉണ്ടായിട്ട് ഇതിലൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കഥ. വെളിച്ചക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1200 LED ഇതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അതേപോലെ പൊടിപടലങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബ്ലോവറുകളും വെച്ചിട്ടുണ്ട്. 200 കോടി രൂപക്ക് തുടങ്ങിയ പ്രോജക്റ്റ് ആയിരുന്നു. പണി കഴിഞ്ഞപ്പോൾ 350 കോടിയോളം രൂപയായിട്ടുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള KMC കമ്പനിക്കാണ് ഈ വർക്ക് കിട്ടിയിട്ടുള്ളത്. അവർ പ്രകൃതി എന്ന കമ്പനിക്ക്, ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിക്ക് സബ് കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. KMCയുടെ കീഴിലാണ് പണികളൊക്കെ നടന്നിട്ടുള്ളത്. 2 സൈഡിലും ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. 14 മീറ്ററാണ് ഇതിൻ്റെ ഉള്ളിലെ വീതി. ഒരു സൈഡിലുള്ള തുരങ്കത്തിൻ്റെ വീതി 14 മീറ്ററാണ്. 10 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. അഗ്നിബാധ ഉണ്ടായാൽ അത് തടയാൻ വേണ്ടിയിട്ട് 8ഓളം വാൾവുകളുള്ള ഫയർ ലൈനും ഇതിനകത്തുണ്ട്. അതേപോലെ തുരങ്കത്തിനോട് ചേർന്നിട്ട് 2 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുതിരാൻ കടന്നു ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. എന്താ കാഴ്ച! ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ആ ഭാഗത്തുള്ളത് പോലെയല്ല ഈ ഭാഗം ഒന്നും കൂടി ഉഷാറാണ്. നേരെ വരുന്നത് ഒരു 6 വരി പാലത്തിലേക്കാണ്. 2 തുരങ്കങ്ങളും തമ്മിലുള്ള അകലം 24 മീറ്റർ ആട്ടോ. പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് U-ടേൺ അല്ല, എമർജൻസിയിൽ നിന്ന് ആളുകൾക്ക് U-ടേൺ എടുത്ത് പോകാൻ വേണ്ടിയിട്ട്, എമർജൻസി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വന്നിക്കാന്നുണ്ടെങ്കിൽ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് U-ടേണുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെയുള്ള യാത്ര. പിന്നെ ടണലിനെ പറ്റി ഒരുപാട് വർണ്ണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. നമ്മുടെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടനം കഴിച്ചിട്ടുള്ളത്. 10 വർഷം കാത്തിരുന്നിട്ടാണ് ഈ ഒരു സാധനം നമുക്ക് കിട്ടിയത്. അതായത് 10 വർഷത്തോളം എടുത്തു ഇതിൻ്റെ പണികൾ. പിന്നെ പണി നടക്കുന്നതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം പാറ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ റോഡിലേക്ക് പാറ കഷ്ണങ്ങളൊക്കെ വന്ന് വീണപ്പോൾ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും. പിന്നെ വന്യജീവി സങ്കേതമൊക്കെ ഉള്ള സ്ഥലമല്ല, അപ്പോൾ വന്യജീവി സങ്കേതമുള്ള സ്ഥലത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. സുപ്രീം കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥലത്ത് ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. വന്യജീവി സങ്കേതം ഉണ്ടെങ്കിൽ അതേപോലത്തെ ഒരു സ്ഥലം വേറെ കാണിച്ചു കൊടുക്കണം. അല്ലാതെ ആ ഒരു സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് പൈസ കൊടുത്തുകൊണ്ട് കാര്യമില്ല. വനാണെന്നുണ്ടെങ്കിൽ വനത്തിൻ്റെ പൈസ കൊടുത്താൽ മതി. വന്യജീവി സങ്കേതം ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു സ്ഥലം നമ്മൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ലാൻഡ് അക്വേഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ടണലിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം, ടണൽ കേൻട്രി. ടണൽ കോൺക്രീറ്റ് കേൻട്രി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. നമ്മളെ ഗഡർ ഇൻസ്റ്റാളേഷൻ ഉപയോഗിക്കില്ല, ഗാൻട്രി ക്രെയിന്, അതേ ഒരു ഉപയോഗം തന്നെയാണ്. റെയിൽപാളം ഉണ്ടാക്കും, അതിലൂടെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മെല്ലെ പോകും, മൂവ് ചെയ്യും. അതേപോലെ ഗാൻട്രി ക്രെയിൻ്റെ അതേ ഒരു സംഭവം തന്നെയാണ് കോൺക്രീറ്റ് ഗാൻട്രി. ഇതേതായാലും ഇവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. 2 തുരങ്കങ്ങൾ തമ്മിലുള്ള അകലം 24 മീറ്ററാണ്. അതുകൊണ്ട് ഇവിടെ നല്ല സ്ഥലമുണ്ട്, എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ തുരങ്കത്തുനിന്ന് നേരെ ഇറങ്ങുന്നത് ഒരു പാലത്തിലോട്ടാണ്. പാലത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഈ സൈഡിൽ നിന്ന് നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ടണൽ നിർമ്മിക്കുന്ന സമയത്ത് ഇതുവരെ നമുക്ക് ടണലിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാശ്മീർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഏതായാലും ചെനാബ് റെയിൽ ബ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതൊക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ടണലിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ടണലിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ പ്രത്യേക പെർമിഷനൊക്കെ വാങ്ങണം. സാധാരണ നമ്മൾ ഹൈവേൻ്റെ വീഡിയോ എടുക്കുന്ന പോലെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. കമ്പനികൾക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതേപോലെ തോന്നിയ പോലെ ടണലിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ടണലിൻ്റെ വീഡിയോക്ക് പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലെ പണി നടക്കുമ്പോഴുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് യാത്രകൾ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, നിങ്ങൾ സ്പോൺസർ ചെയ്തോളിട്ടാണ്. അപ്പോൾ ടണലിൻ്റെ നമ്മളിപ്പോൾ മറ്റേ സൈഡിൽ കൂടെ ഞാനൊരു U-ടേൺ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും കാരണത്താൽ എമർജൻസി ആയിട്ട് തിരിച്ചുവിടേണ്ട സാഹചര്യമൊക്കെ വന്നിക്കാന്നുണ്ടെങ്കിൽ ഇതിലൂടെയാണ് 540 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു U-ടേൺ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഈ ഒരു തുരങ്കപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നല്ല അതിശയിപ്പിക്കുന്ന വിധത്തിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തുരങ്കപ്പാതകൾ ഇനി നമുക്ക് രാജ്യത്തിൻ്റെ പല ഭാഗത്തും വരുന്നുണ്ട്. കുതിരാൻ്റെ കഥ ആരംഭിക്കുന്നത് 2004-2005 കാലഘട്ടത്തിലാണ്. അന്നത്തെ ദേശീയപാത അതോറിറ്റിയുടെ ചീഫ് ജനറൽ മാനേജറായിരുന്ന കന്ദസ്വാമിയും പാലക്കാട് പ്രോജക്റ്റ് ഡയറക്ടറായിരുന്ന M കൃഷ്ണനുമാണ് കുതിരാൻ ഇരട്ടക്കുയൽ തുരങ്കം എന്ന ആശയം രൂപപ്പെടുത്തിയത്. 2006 വിശദ പദ്ധതി തയ്യാറാക്കി. പക്ഷേ കുതിരാനിൽ സംരക്ഷിത വനവും വന്യജീവി
സങ്കേതമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുപ്രീം കോടതിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ 2007-ലും 2008-ലും ടെൻഡർ ചെയ്തിരുന്നെങ്കിലും ആരും വിളിച്ചില്ല, ആരും വിളിക്കാനുണ്ടായിരുന്നില്ല. 2010-ലാണ് കരാർ ഉറപ്പിച്ചത്. 6 വരിപ്പാതയുടെ കരാറുകാരായ KMC കമ്പനി തുരങ്കം പണി പ്രകൃതി ഗ്രൂപ്പിന് ഉപകരാർ നൽകുകയായിരുന്നു. തുരങ്കം കഴിഞ്ഞൊരു 5 കിലോമീറ്റർ കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു മേൽപ്പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പണികൾ നടക്കുന്നത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. അങ്ങനെ 2013-ൽ അന്തിമ അനുമതി കിട്ടി. അപ്പോഴേക്കും പ്രാദേശിക എതിർപ്പുകൾ ഉയർന്നു വന്നു. പദ്ധതി മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലാക്കിയ ദേശീയപാത അതോറിറ്റി 2015-ൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ഈ ഒരു സംഭവം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ അറിയിക്കുകയും അദ്ദേഹം വീണ്ടും ഒരു ശ്രമം നടത്തുകയും അങ്ങനെ പദ്ധതി നമ്മളിപ്പോൾ കാണുന്ന കോലത്തിലായി. ഏതായാലും പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആൾക്കാർ സുഖമായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെ പോകുന്നുണ്ട്. 1.7 കിലോമീറ്റർ നമുക്ക് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ അത്രയും സമയം ലാഭിക്കാൻ പറ്റി. 200 കോടിയിൽ നിന്ന് തുടങ്ങിയ പ്രോജക്റ്റാണ് 350 കോടി രൂപയിലാണ് അവസാനിച്ചത്. അതായത് 350 കോടി രൂപയായി ഇതിന് പണി കഴിഞ്ഞപ്പോൾ. അങ്ങനെ സുഹൃത്തുക്കളെ, ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ കുതിരാൻ ടണലിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തു. ഇതേപോലെ വലിയ വലിയ പ്രോജക്റ്റുകളുടെയൊക്കെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളുടെ പിന്തുണ ഉണ്ട് എങ്കിൽ എവറസ്റ്റിൻ്റെ മുകളിൽ പോയി വരെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റും. ഏതായാലും സുഹൃത്തുക്കളെ, വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി. പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ കണ്ട സുഹൃത്തുക്കളൊക്കെ ഫുള്ളായിട്ട് കണ്ടുകാന്നുണ്ടെങ്കിൽ ഒന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വൈബ്സ് യു അഗെയിൻ. ജയ് ഹിന്ദ്.